ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. അഫ്ഗാനിസ്ഥാനിലെ ഉപവിദേശകാര്യമന്ത്രി ഷേർ അബ്ബാസ് സ്റ്റാനി ഖസായി താലിബാൻ ഭരണകൂടത്തെ അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചു. 6ാം ക്ലാസ്സിനപ്പുറത്തേക്ക് പഠിക്കാൻ പെൺകുട്ടികളെ താലിബാൻ ഭരണകൂടം അനുവദിക്കുന്നില്ല. ഈ നിരോധനം ഇസ്ലാം മതം ആവശ്യപ്പെടുന്നില്ല. ഭരണാധികാരികൾ സ്വന്തം നിലയിൽ ഏർപ്പെടുത്തിയ ഈ നിയന്ത്രണം നീക്കണം എന്നാണ് ഭരണകൂടത്തിൻ്റെ ഭാഗമായ സ്റ്റാനി ഖസായി ആവശ്യപ്പെടുന്നത്. 2021 ഭരണം താലിബാനെ ഏൽപ്പിച്ച് അമേരിക്ക നാട്ടിലേക്ക് മടങ്ങിപ്പോയത്. എന്നാൽ ബഹുഭൂരിപക്ഷം ലോകരാഷ്ട്രങ്ങളും ഇതുവരെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടില്ല. കാലഹരണപ്പെട്ട നിയമവ്യവസ്ഥയും സ്ത്രീവിരുദ്ധ നിയമങ്ങളുമാണ് ഈ ബഹിഷ്കരണത്തിനുള്ള പ്രധാന കാരണം. എന്നാൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനോ അന്താരാഷ്ട്ര സമൂഹവുമായി ബന്ധപ്പെടാനോ താലിബാൻ ഒരു നീക്കവും ഇതുവരെ നടത്തിയിട്ടില്ല. ഉപവിദേശകാര്യമന്ത്രി ഭരണകൂടത്തിനെതിരെ വിമർശനമുന്നയിച്ചത് മനുഷ്യാവകാശ സംഘടനകൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തു. 2021 ഇദ്ദേഹം പരാജയപ്പെട്ടതിനെ തുടർന്നുണ്ടായതുപോലെയുള്ള ഒരു കലാപങ്ങളും ഉണ്ടായില്ല. തികച്ചും സമാധാനപരമായ അന്തരീക്ഷത്തിൽ അധികാര കൈമാറ്റം നടന്നു. ആദ്യ ദിവസം തന്നെ അമേരിക്കയുടെ നയങ്ങളിൽ കാതലായ മാറ്റം വരുത്തുന്ന നിരവധി ഉത്തരവുകളിൽ പുതിയ പ്രസിഡന്റ് ഒപ്പുവെച്ചു. കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കുന്നതിനുള്ള പാരീസ് ഉടമ്പടിയിൽ നിന്നും ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറാൻ അമേരിക്ക തീരുമാനിച്ചു. തീവ്രവാദ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നും ക്യൂബയെ ഒഴിവാക്കിക്കൊണ്ട് അധികാരം ഒഴിയുന്നതിനു തൊട്ടു മുമ്പ് ജോ ബൈഡൻ ഉത്തരവിറക്കിയിരിക്കുന്നു. ഈ ഉത്തരവിലെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് ക്യൂബയെ തീവ്രവാദ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. പനാമ കനാൽ ഏറ്റെടുക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ആദ്യ ദിവസത്തെ ഉത്തരവിൽ ഇതേക്കുറിച്ച് ഒരു പരാമർശവും നടത്തിയില്ല. ബ്രിക്സിന്റെ നേതൃസ്ഥാനത്തുള്ള റഷ്യയും ചൈനയും ഇന്ത്യയും പുതിയ പ്രസിഡന്റിനെ അഭിനന്ദിച്ചുവെങ്കിലും ഡോളർ നയത്തിൽ ബ്രിക്സിനെതിരെയുള്ള ഭീഷണി ട്രംപ് ആവർത്തിച്ചു. എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം അവസാനിച്ചു. 3 മണിക്കൂർ വൈകിയാണെങ്കിലും ഞായറാഴ്ച തന്നെ ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് തയ്യാറായി. പാലസ്തീന്റെ തടവിലായിരുന്ന 3 വനിതകളെ ഹമാസ് റെഡ് ക്രോസിന് കൈമാറി. സ്വതന്ത്രരായി ഇസ്രായേലിൽ മടങ്ങിയെത്തിയ ഇവരെ സ്വീകരിക്കാൻ ബന്ധുക്കളും നാട്ടുകാരും അടങ്ങുന്ന വലിയ ഒരു ജനാവലി ഉണ്ടായിരുന്നു. ഇതിനു പകരമായി 90 പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ റെഡ് ക്രോസിന് കൈമാറി. പാലസ്തീൻ തടവുകാരെ സ്വീകരിക്കാൻ തടിച്ചുകൂടിയവരെ നിയന്ത്രിക്കാൻ പോലീസിന് കണ്ണീർ വാതകം പ്രയോഗിക്കേണ്ടി വന്നു. യുദ്ധത്തെ തുടർന്ന് ഗാസ വിട്ടുപോയവർ സ്വന്തം വീടുകളിലേക്ക് സന്തോഷത്തോടെ മടങ്ങി വരുന്ന കാഴ്ച ഒട്ടുമിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഗാസ നിവാസികൾക്ക് സഹായമെത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം ഇസ്രയേൽ പിൻവലിച്ചു. ഇതേ തുടർന്ന് മുടങ്ങിപ്പോയ ഭക്ഷണം, വസ്ത്രങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ വിതരണം വീണ്ടും ആരംഭിച്ചു. 100 സ്വവർഗ വിവാഹങ്ങളെങ്കിലും വ്യാഴാഴ്ച തായ്ലൻഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
ഈ അടുത്ത കാലത്താണ് സ്വവർഗ വിവാഹങ്ങൾക്ക് അനുമതി നൽകുന്ന നിയമം പാർലമെന്റ് പാസാക്കിയത്. വരും ദിവസങ്ങളിൽ ഈ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന വിവാഹങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരമൊരു നിയമം പാസാക്കുന്ന ദക്ഷിണ പൂർവേഷ്യയിലെ ആദ്യത്തെ രാജ്യമാണ് തായ്ലൻഡ്. സാധാരണ വിവാഹത്തിന് തുല്യമായി സ്വവർഗ വിവാഹത്തെ ഉയർത്തുന്നതാണ് പാർലമെന്റ് പാസാക്കിയ ഈ നിയമം. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള നിയമങ്ങൾ നിലവിലുണ്ട്. എന്നാൽ ഏഷ്യയിലെ ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനെതിരാണ്. സ്വവർഗ വിവാഹത്തെ മൗലികാവകാശമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ട് 2023 സമർപ്പിച്ച ഹർജി തീർപ്പാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കി. ഇത് മൗലിക അവകാശമല്ല, പാർലമെന്റാണ് ഇതിൽ തീരുമാനം എടുക്കേണ്ടത് എന്നായിരുന്നു കോടതി വിധി. ഞായറാഴ്ച ഗാസയിൽ യുദ്ധം അവസാനിച്ചുവെങ്കിലും ചൊവ്വാഴ്ച ഇസ്രായേൽ പുതിയ ഒരു പോർമുഖം തുറന്നു. ജോർദാൻ നദിയുടെ പടിഞ്ഞാറേക്കരയിലുള്ള പ്രദേശങ്ങളിലാണ് ഇസ്രായേലി പട്ടാളം ആക്രമണം നടത്തിയത്. ഇത് പാലസ്തീൻ്റെ ഭാഗമാണെങ്കിലും ഈ പ്രദേശം ഇസ്രായേലി സൈനികരുടെ നിയന്ത്രണത്തിലാണ്. ഇവിടം കേന്ദ്രീകരിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ വിശദീകരണം. വെസ്റ്റ് ബാങ്കിലുള്ള ജനിൻ അഭയാർത്ഥി ക്യാമ്പ് ഭീകരന്മാരുടെ താവളമായി വളരാൻ അനുവദിക്കില്ല എന്നാണ് ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ്. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഈ ക്യാമ്പിൽ നിരവധി അന്തേവാസികൾ കൊല്ലപ്പെടുകയും അഭയാർത്ഥി ക്യാമ്പ് ഏതാണ്ട് ശൂന്യമാവുകയും ചെയ്തു. വെസ്റ്റ് ബാങ്കിലുടനീളം സുരക്ഷാ പരിശോധനകൾ കർശനമാക്കിയതുമൂലം പാലസ്തീനികളുടെ ജീവിതം ക്ലേശപൂർണമായി. അനധികൃതമായി വെസ്റ്റ് ബാങ്കിൽ കുടിയേറി പാർക്കുന്ന ഇസ്രയേലുകാർ പാലസ്തീൻകാരെ ആക്രമിക്കുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ട്. ഹലാൽ എന്ന അറബി വാക്ക് അനുവദനീയം എന്നും ഹറാം എന്ന വാക്ക് അനുവദനീയമല്ല എന്ന നിലയ്ക്കുമാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. ഹലാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, സംഭരണം, വിതരണം, വിൽപ്പന തുടങ്ങിയവ ഉത്തർപ്രദേശ് സംസ്ഥാന സർക്കാർ നിരോധിച്ചത് 2023 ഈ നിരോധനം നീക്കണം എന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർ നൽകിയ ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഹലാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. തന്മൂലം നിരോധനം ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണ് എന്നാണ് പരാതിക്കാരൻ്റെ പ്രധാന വാദം. ഇതിനെതിരെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ വാദങ്ങൾ ഹലാൽ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള പൊതുസമൂഹത്തിൻ്റെ ധാരണ തിരുത്തുന്നതാണ്. മാംസാഹാരങ്ങൾക്കു മാത്രമല്ല, സിമന്റ്, കമ്പി തുടങ്ങിയ പദാർത്ഥങ്ങൾക്ക് പോലും ഹലാൽ ലേബൽ നൽകുന്നു. ഈ ലേബലിങ്ങിൻ്റെ പേരിൽ ഉപഭോക്താക്കൾക്ക് ഉയർന്ന വില നൽകേണ്ടി വരുന്നു. ഹലാൽ ലേബലിംഗ് നടത്തുന്ന സ്വകാര്യ കമ്പനികൾ ഇങ്ങനെ വർഷം തോറും കോടികൾ ലാഭമുണ്ടാക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് എലൻ മസ്ക്. തുടക്കത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടില്ല എന്നായിരുന്നു ഈ വ്യവസായ ഭീമന്റെ നിലപാട്. എന്നാൽ തിരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ ഇദ്ദേഹം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിന് പിന്തുണ പ്രഖ്യാപിക്കുകയും തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് വലിയ തോതിൽ സംഭാവന നൽകുകയും ചെയ്തു. ഇപ്പോൾ ക്യാബിനറ്റിന് പുറത്താണെങ്കിലും ഭരണത്തിൽ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സ്ഥാനത്താണ് മസ്കിനെ ട്രംപ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അമേരിക്കയ്ക്കു പുറത്തുള്ള രാജ്യങ്ങളുടെ
ആഭ്യന്തര കാര്യങ്ങളിൽ മസ്ക് ഇടപെടുന്നതിനെ പല യൂറോപ്യൻ രാജ്യങ്ങളും അംഗീകരിക്കുന്നില്ല. മെയ്ക്ക് യൂറോപ്പ് ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യവുമായി എലൻ മസ്ക് തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നാണ് ഇംഗ്ലണ്ടും ജർമ്മനിയും പരാതിപ്പെടുന്നത്. തങ്ങളുടെ ഗവൺമെന്റിനെ രൂക്ഷമായി വിമർശിക്കുകയും തീവ്ര വലതുപക്ഷ നിലപാടുള്ള പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന കുറിപ്പുകൾ എലൻ മസ്ക് തൻ്റെ മാധ്യമമായ എക്സിൽ പങ്കുവയ്ക്കുന്നതിനെതിരെയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പ്രതിഷേധം. യമനിലെ ഹൗദി വിമതന്മാർ 2023 തടവിലാക്കിയ ഒരു ചരക്ക് കപ്പലിലെ ജോലിക്കാരെ കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചു. ഗാലക്സി ലീഡർ എന്ന കപ്പലിലെ 25 ജോലിക്കാരെയാണ് വിട്ടയച്ചത്. ഇറാന്റെ പിന്തുണയുള്ള ഹൗദി വിമതന്മാർ ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങിയത്. ചെങ്കടലിലൂടെ വരുന്ന ഈ കപ്പലുകളുടെ കൊടിയോ രാജ്യമോ ഹൗദികൾ പരിഗണിച്ചില്ല. ഇസ്രയേലാണ് ലക്ഷ്യമെങ്കിൽ ആക്രമണം ഉറപ്പായിരുന്നു. ഈ നയം മൂലം ഇസ്രായേലിൻ്റെ മിത്രങ്ങൾ മാത്രമല്ല ശത്രുക്കൾ പോലും ആക്രമിക്കപ്പെട്ടു. ഇതേ തുടർന്ന് ചെങ്കടലിലൂടെയുള്ള ചരക്ക് നീക്കം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചു. ഇസ്രായേലും ഇംഗ്ലണ്ടും ഫ്രാൻസും പോലെയുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് രക്ഷാകവചം ഒരുക്കിയെങ്കിലും ഒട്ടുമിക്ക കമ്പനികളും ചെങ്കടൽ വഴിയുള്ള യാത്ര ഒഴിവാക്കി. തന്മൂലം ചരക്കു നീക്കം തടസ്സപ്പെടുകയും ചെലവ് വർദ്ധിക്കുകയും ചെയ്തു. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഹൗദികൾ തടവുകാരെ മോചിപ്പിച്ചത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിൽ ഓൺലൈനായി ചർച്ചകൾ നടത്തി. അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ വീഡിയോ കോൺഫറൻസ് നടന്നത്. പുടിൻ അത്ര നന്നായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടത്. ചൈനയുടെ ഉൽപ്പന്നങ്ങളുടെ മേലുള്ള നികുതി വർദ്ധിപ്പിക്കും എന്ന സൂചനയും ട്രംപ് നൽകി. ഈ സാഹചര്യത്തിൽ ചൈനയുടെയും റഷ്യയുടെയും ഭരണകർത്താക്കൾ നടത്തിയ കൂടിക്കാഴ്ച വലിയ വാർത്താ പ്രാധാന്യം നേടി. ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ തങ്ങൾ റഷ്യയെ സഹായിക്കുന്നില്ല എന്നാണ് ചൈനയുടെ പരസ്യ നിലപാട്. എന്നാൽ റഷ്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന. അമേരിക്കയും പടിഞ്ഞാറൻ രാജ്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധം മറികടക്കാൻ റഷ്യയെ സഹായിച്ചത് പ്രധാനമായും ചൈനയുടെ പിന്തുണയാണ്. ശക്തമായ റഷ്യ ചൈന ബന്ധങ്ങൾ തങ്ങൾക്കെതിരെയുള്ള നീക്കമായിട്ടാണ് അമേരിക്ക കാണുന്നത്. നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്ന ജനുവരി 26-നാണ് ഓസ്ട്രേലിയ ദേശീയ ദിനമായി ആചരിക്കുന്നത്. 1788 ഈ ദിവസമാണ് ക്യാപ്റ്റൻ ജെയിംസ് കുക്കിൻ്റെ കപ്പൽ സിഡ്നി തുറമുഖത്ത് നങ്കൂരമിട്ടത്. ഇതിൻ്റെ ഓർമ്മ നിലനിർത്താനാണ് ഈ ദിവസം ദേശീയ ദിനമായി ആചരിക്കുന്നത്. ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഓസ്ട്രേലിയ കണ്ടെത്തിയ ദിനമാണ്. പൊതു അവധി നൽകി വലിയ ആഘോഷത്തോടെയാണ് സർക്കാർ ഈ ദിനം ആചരിക്കുന്നത്. എന്നാൽ ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം കോളനിവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് ഈ ദിവസമാണ്. ഓസ്ട്രേലിയ ബ്രിട്ടന്റെ കോളനി ആയതിനെ തുടർന്നാണ് ആദിവാസി സമൂഹത്തിന് തങ്ങളുടെ മാതൃഭൂമി നഷ്ടപ്പെട്ടത്. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നഷ്ടങ്ങളുടെയും അപമാനത്തിൻ്റെയും യുഗം ആരംഭിച്ചത് ഈ ദിവസമാണ്. തന്മൂലം ഈ ആഘോഷങ്ങളിൽ ഓസ്ട്രേലിയയിലെ ആദിവാസി സമൂഹം പങ്കെടുക്കാറില്ല. സിഡ്നി തുറമുഖത്തു സ്ഥാപിച്ചിട്ടുള്ള ക്യാപ്റ്റൻ കുക്കിൻ്റെ പ്രതിമ വികൃതമാക്കിക്കൊണ്ടാണ് ആദിവാസി സമൂഹം ഈ വർഷം പ്രതികരിച്ചത്.
വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.